മരുന്ന് കൊണ്ടല്ല അസുഖം മാറുന്നത്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ മരുന്നെന്ന് പറയുന്നത് അവൻ്റെ മനസ്സിൻ്റെ കോൺഫിഡൻസ് ആണ്. ആണോ അല്ലയോ? അത് നമ്മൾ പഠിപ്പിക്കുന്നില്ല കുട്ടികളെ. മനസ്സിൻ്റെ ധൈര്യമാണ്, മനസ്സിൻ്റെ ശക്തിയാണ് ഏറ്റവും വലിയ മരുന്നെന്ന് പഠിപ്പിക്കാൻ ഇന്ന് ഏത് അച്ഛനമ്മമാർക്ക് സാധിക്കുന്നുണ്ട്? അപ്പം അങ്ങനെയുള്ളൊരു കഴിവുള്ളൊരു മനസ്സ്, കരുത്തുള്ളൊരു മനസ്സ് കുട്ടികൾക്ക് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കാത്തതുകൊണ്ടല്ല. പക്ഷെ നിങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് കഴിവുള്ള മനസ്സെന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിലൂടെ കിട്ടുന്നതാണെന്ന്. നിങ്ങളൊക്കെ ലോകം ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയില്ല. നിങ്ങൾക്കറിയോ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ്, ഏറ്റവും വലിയ കോടീശ്വരനാണ് എലൻ മസ്ക് എന്ന് പറയുന്ന ആൾ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇന്നിപ്പോൾ നിങ്ങൾ അറിയോന്നറിയില്ല, ഈ അമേരിക്കയിലാണ് ഏറ്റവും ആദ്യമായിട്ട് ഇലക്ട്രിക്കൽ കാർ ഇറക്കിയത്. ടെസ്ല കാർ എന്നാണ് അതിന് പറയാം. ആ ടെസ്ല കാറിൻ്റെ CEO ആണ് അത് ആരംഭിച്ചത് എലൻ മസ്ക്. ഇന്നിപ്പോൾ സ്റ്റാർലിങ്ക് എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന് വലിയ നെറ്റ്വർക്ക് സിസ്റ്റങ്ങളുണ്ട്. അതാണ് ഈ ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളെ യുദ്ധത്തിൽ ജയിപ്പിക്കുന്നത്. മുഴുവൻ എലൻ മസ്കിൻ്റെ ബ്രെയിനാണ് അതൊക്കെ. അതേപോലെ തന്നെ എലൻ മസ്കിൻ്റെ മറ്റൊരു സാധനമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, എന്താണ് സ്പേസിൽ അവിടെ മനുഷ്യന് താമസിക്കാൻ പറ്റുന്ന സ്റ്റേഷൻസ് ഉണ്ടോ എന്നുള്ളത്. സ്പേസ് സ്റ്റേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടുണ്ടോ? അവിടെ ആകാശത്തിൽ ആളുകൾ താമസിക്കുന്നത് കേട്ടിട്ടുണ്ടോ? അപ്പം അവിടേക്കൊക്കെ ആളുകളെ കൊണ്ടുപോകുന്ന റോക്കറ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന അങ്ങനെയൊക്കെ ഒരുപാട് കാര്യമുള്ള ആളാണ് ഈ എലൻ മസ്ക്. അദ്ദേഹം ഒരു കമ്പനിയിലേക്ക് കുട്ടികളെ എടുക്കണം, റിക്രൂട്ട് ചെയ്യണം. അതിന് അദ്ദേഹം അഡ്വർടൈസ്മെൻറ്റ് ചെയ്തു. അതിപ്പോൾ വലിയൊരു ചർച്ചാ വിഷയമായിരിക്കണം അമേരിക്കയിൽ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കണ്ടോന്ന് അറിയില്ല. എന്താ അറിയോ അദ്ദേഹം അഡ്വർടൈസ് ചെയ്തത്? I don't want educated, I want skilled എന്ന്. I don't look into your qualification, I don't look into your school college certificate, I look into your skill. ഞാൻ നിങ്ങളുടെ കഴിവിനെ മാത്രമേ നോക്കുന്നുള്ളൂ, എനിക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റേ ആവശ്യമില്ല എന്ന്. അപ്പം ഇതിപ്പോൾ ഒരു വലിയ ചർച്ചയ്ക്ക് ഒരു വഴിവെച്ചിരിക്കുകയാണ്. അതായത് വിദ്യാഭ്യാസവും കഴിവും തമ്മിൽ യാതൊരു, ഉറക്കെ പറയൂ, ഒരു ബന്ധുവില്ല. എനിക്ക് സർട്ടിഫിക്കറ്റ് ഉള്ളവരെ വേണ്ട, തുറന്നു പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം. എനിക്ക് വിദ്യാഭ്യാസമുള്ളവരെ വേണ്ട, എനിക്ക് കഴിവുള്ളവരെയാണ് വേണ്ടത്. അപ്പം നോക്കൂ നിങ്ങൾ, കഴിവും വിദ്യാഭ്യാസം തമ്മിൽ യാതൊരു ബന്ധമില്ലെങ്കിൽ ഇത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? വേണ്ടേ? കഴിവെന്ന് പറയുന്നത് അതിനാണ് ദൈവീകത എന്ന് പറയാം. എന്താണ് ദൈവീകമായ കഴിവ്? നിങ്ങളുടെയൊക്കെ കുട്ടികളിൽ, നമ്മളിലൊക്കെ ഉണ്ട് കഴിവുകൾ. എല്ലാവരിലും കഴിവുകളുണ്ട്, ദൈവീകമായ കഴിവുകളുണ്ട്. ഈ കഴിവിനെയാണ് നമുക്ക് ഉണർത്തിക്കൊണ്ടുവരുന്നത്. ഭാഗവതം എന്തിനാണ് കേൾക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യനിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ കഴിവുകളെ ഉണർത്തിക്കൊണ്ടുവരിക. അതിന് നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളായിരിക്കും ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠന്മാരായ കുട്ടികൾ. നിങ്ങളായിരിക്കും ഏറ്റവും ശ്രേഷ്ഠന്മാരായ അച്ഛനമ്മമാർ.